പുത്തനമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. നീതി സൂര്യശോഭയാലൻ നല്ല ഇരുൾ മാറിടും. നീതിയും അനീതിയും അന്നില്ല ലേശവും. നീതി സൂര്യശോഭയാലൻ നല്ല ഇരുൾ മാറിടും. നീതിയും അനീതിയും അന്നില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഷാരോൺ ഓൺലൈൻ TV-യിലൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും ഏകലോക രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവവചനത്തിൻ്റെ സന്ദേശം ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. സന്ദേശത്തിന് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യത്യസ്തങ്ങളായ അത്ഭുത പ്രവൃത്തികളെ കുറിക്കുന്ന ആ പ്രവൃത്തികളുടെ വിശദീകരണങ്ങൾ നൽകുന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായും 7-ാം അധ്യായത്തിൽ 2 അത്ഭുതങ്ങൾ യേശു കർത്താവ് നിവർത്തിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. ഒന്ന്, ശതാധിപൻ്റെ ദാസനെ കർത്താവ് സൗഖ്യമാക്കുന്നു. മറ്റൊന്ന്, യേശു കർത്താവ് ഒരു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന രംഗവും നമ്മൾ വായിക്കുന്നുണ്ട്. 11 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് യേശു കർത്താവ് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ആ രംഗം അല്ലെങ്കിൽ ആ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം അവിടെ കൂടിയിരിക്കുന്നതായ ആളുകൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദർശനം കേട്ട് ദൈവത്തെ ജനം മഹത്വീകരിക്കുകയാണ്. ഈ ലഘു സന്ദേശത്തിന് ഞാൻ ഇങ്ങനെ ഒരു തലവാചകം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദർശന കാലം എന്നുള്ളതാണ്. ഏതൊരു കാലത്തും ദൈവിക സന്ദർശനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവിക സന്ദർശനം എല്ലാ കാലഘട്ടത്തിലും സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രത്യേകമായ സന്ദർഭത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇത് കൃപയുടെ കാലം എന്നാണ്, അല്ലെങ്കിൽ കൃപായുഗം എന്നുള്ളതാണ്. ഈ കൃപായുഗത്തിലും ദൈവിക സന്ദർശനം വളരെ ഹൃദ്യമായി വളരെ വ്യക്തമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന്
ദൈവം തൻ്റെ സന്ദർശനം പ്രധാനമായിട്ട് നടത്തുന്നത് ദൈവവചനത്തിലൂടെ. ദൈവം തന്നെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ സന്ദർശിക്കുന്നു. ദൈവദാസന്മാരായിരിക്കുന്ന ആളുകൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുമ്പോൾ ആ ദൈവവചന ശുശ്രൂഷകളിലൂടെ, ദൈവദാസന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ സന്ധിച്ചതായ അനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുകയാണ്. ഇവിടെയും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവിൻ്റെ സന്ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സന്ദർശനം യേശു കർത്താവ് ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ വളരെ ഹൃദ്യമായി നടത്തിയപ്പോൾ ആ സന്ദർശനം കൊണ്ട് ആ കുടുംബത്തിന് ഉണ്ടായതായ അനുഗ്രഹം എത്രയോ വലിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സന്ദർശനം ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നിൽ ക്രിസ്തു സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ സവിശേഷതകൾ നിറയപ്പെട്ട, അത് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർശനമായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി ഈ യേശുക്രിസ്തു ജീവിതങ്ങളെ സന്ദർശിക്കുവാനിടയായി. യേശുക്രിസ്തുവിൻ്റെ സന്ദർശന നിമിത്തം ധാരാളം ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ സന്ദർശനത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾക്ക് ഈ വചനഭാഗത്ത് നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചുരുക്കം വാക്കുകളിൽ വളരെ വേഗത്തിൽ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സന്ദർശകൻ ആരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. ഒന്നാമതായിട്ട് ഈ ഭാഗത്ത് 11-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവിടെ സന്ദർശകൻ എന്ന് പറയുന്നത് പിറ്റേന്നാൾ അവൻ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രാരംഭ ഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർശകൻ ആ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോയത് വെറുതെ ഒന്ന് പോയതായിട്ടല്ല പിന്നാലെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാനതിനിങ്ങനെ പറയാം, ഈ ക്രിസ്തുനാഥൻ അവിടെ നിന്ന് ലക്ഷ്യമുള്ള, ഉദ്ദേശമുള്ള ഒരു സന്ദർശകനായിട്ടാണ് ഇവിടെ നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ ഈ ലോകത്തെ സന്ദർശിച്ച ഒരു സന്ദർശകനായിട്ടല്ല ക്രിസ്തുവിനെ നാം മനസ്സിലാക്കേണ്ടത്. ഈ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ക്രിസ്തുനാഥന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശമാണ് ഈ സന്ദർശനത്തിന് കാരണമായി ഭവിച്ചത്. നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവ് കടന്നുപോയത് പിന്നാലെ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു കർത്താവിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കുവാനായിട്ടാണ് ദൈവപുത്രനായ ക്രിസ്തു നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോയത്. സ്വർഗത്തിലെ ആരാധന പാത്രമായിരുന്ന ദൂതഗണങ്ങൾ ഇടതടവില്ലാതെ ആരാധിച്ചുകൊണ്ടിരുന്ന, സ്വർഗത്തിൻ്റെ പ്രമോദമായിരുന്ന, സ്വർഗത്തിലെ ആരാധന വിഷയമായിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആ സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തെ സന്ദർശിക്കുവാനായിട്ട് ഇവിടോട്ട് കടന്നു വന്നതിൻ്റെ പിന്നിൽ യേശു കർത്താവിന് വ്യക്തമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സന്ദർശനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് സന്ദർശകനായിരിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ പറയാം, ലക്ഷ്യമുള്ള, കൃത്യമായ ഉദ്ദേശമുള്ള ഒരു വ്യക്തിയായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സന്ദർശനത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ ആ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഞാനിങ്ങനെ പറയാം, സന്ദർശന കാരണം എന്താണെന്നാണ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സന്ദർശകൻ ആരാണ് എന്നുള്ളതാണ്. രണ്ട്, സന്ദർശകനായിരിക്കുന്ന ആ സന്ദർശകൻ്റെ കാരണം, ഇങ്ങനെ ഈ പട്ടണത്തിലേക്ക് ഈ ലോകത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരുവാനുള്ള കാരണം അവിടെ നമ്മൾ
വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ ഒരുത്തനെ ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഈ സന്ദർശനം ഇപ്പോൾ കർത്താവ് നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് നടത്തുവാനിടയായത്. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, യേശു ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തെ സന്ദർശിക്കുവാനിടയായത്, ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത്, ധന്യനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, പാപികളെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് സന്ദർശനത്തിൻ്റെ കാരണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ എന്ന് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ പോരാ, യേശു ക്രിസ്തു ലോകത്തെ സന്ദർശിക്കുമ്പോൾ ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്: അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥ. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ മനുഷ്യനെ, മരിച്ചിരിക്കുന്ന മനുഷ്യനെ ഉദ്ധരിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, അവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് സന്ദർശകനായ ഈ വ്യക്തി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. മരിച്ചിരിക്കുന്ന ജീവിതങ്ങളെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതായിരുന്നു ഈ സന്ദർശന കാരണം എന്ന് പറയുന്നത്. 3, ഈ സന്ദർശകൻ്റെ പ്രത്യേകതകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ സന്ദർശകനായിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത, മറ്റാർക്കും കാണുവാൻ കഴിയാത്ത നിരവധിയായ പ്രത്യേകതകൾ ഈ വാക്യത്തിൽ കാണുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ്, ഈ സന്ദർശകൻ അവളെ കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. മാത്രമല്ല, അടുത്ത് വായിക്കുന്നത് കർത്താവ് അവളോട് മനസ്സലിഞ്ഞു എന്നാണ്. മാത്രമല്ല, കരയേണ്ട എന്ന് പറയുന്നുണ്ട്. 4-മതായിട്ട് ഈ സന്ദർശകൻ അവൻ്റെ അടുക്കൽ ചെന്നു എന്ന് നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരു സന്ദർശകനും എന്ന് പറഞ്ഞാൽ ലോകത്തെ കിടുകിട വിറപ്പിച്ചു എന്ന്, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന്, ലോകത്തെ ചലിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന നിരവധി ആളുകൾ ലോകത്തിലുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർക്കാർക്കും തന്നെ പറയുവാൻ, അവകാശപ്പെടുവാൻ കഴിയാത്ത നിരവധിയായ പ്രത്യേകതകൾ ഈ സന്ദർശകനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് അവളെ കണ്ടു എന്നാണ്. യേശു ക്രിസ്തു ആ കരയുന്ന, വേദനിച്ചിരിക്കുന്ന ആ മാതാവിനെ അവിടുന്ന് കണ്ടു എന്നാണ്. കണ്ടു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവളുടെ ഹൃദയത്തിൻ്റെ വേദന കണ്ടു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ കാണുവാൻ ലോകത്തിൽ ആർക്കും ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ലോകത്തെ സന്ദർശിക്കുവാൻ കടന്നു വന്ന, പോരാ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങളെ സന്ദർശിക്കുവാൻ കടന്നു വന്ന ഈ ക്രിസ്തുവിന് നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ കാണുവാൻ കഴിയുന്നവനാണ്. മാത്രമല്ല, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അവിടുന്ന് മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലുടനീളം പരിശോധിച്ച് നോക്കിയാൽ ഈ കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ പ്രത്യേകതകൾ കാണുവാൻ കഴിയും. അവിടുന്ന് മനസ്സലിവുള്ള ദൈവമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കരയുന്നവരോടുകൂടെ കരയുന്ന, കണ്ണുനീര് ഒലിക്കുന്നവരോടൊപ്പം കണ്ണുനീർ തൂകുന്ന ഒരു കർത്താവ്, മനസ്സലിവിൻ്റെ നിറകുടമായി ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നാം വായിക്കുകയാണല്ലോ, കരയേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഈ യേശു ക്രിസ്തു. ഈ സന്ദർശകൻ ആശ്വസിപ്പിക്കുവാൻ, ലോകത്തിലെ നേതാക്കന്മാർക്ക്, ഒരുപക്ഷെ ഉന്നതന്മാരായ ആളുകൾക്ക് നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഉണ്ടായേക്കാം. എന്നാൽ അത് മാത്രമല്ല, കരയേണ്ട എന്ന് ലോകത്തിലെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ആ കരച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കുവാൻ, ആ കരച്ചിലിനെ സമാധാനിപ്പിക്കുവാൻ, കരച്ചിൽ സമ്പൂർണ്ണമായി മാറ്റുവാൻ ലോകത്തിലെ ഒരു ആശ്വാസകന്മാർക്കും കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരുവൻ കരയേണ്ട എന്ന് പറഞ്ഞാൽ ആ കരയേണ്ട എന്നുള്ളതിൻ്റെ ആ വാക്കിന്, ആ സ്വരത്തിന്, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മറ്റൊരാശയം കാണുവാൻ കഴിയും. നിന്റെ കണ്ണുനീരിന് പരിഹാരം നൽകുവാൻ എനിക്ക് കഴിയുമെന്ന് യേശു കർത്താവ് ഇവിടെ പറയുകയാണ്. മാത്രമല്ല, നാം വായിക്കും മറ്റൊരു കാര്യം, അവിടെ നിന്ന് അടുത്തു ചെന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു യഹൂദനും ശവത്തിൻ്റെ അടുക്കൽ പോകുവാൻ മടിക്കുന്നവനാണ്. എന്നാൽ ആ ശവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു, അടുത്തു ചെന്നു എന്നാണ്. ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് അടുത്തു വരുവാൻ, എൻ്റെ പാപത്തിൻ്റെ ഭാരം മനസ്സിലാക്കിയിട്ട്, പാപത്തിൻ്റെ ഭയാനകത മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുന്നവനല്ല ഈ സന്ദർശകൻ. അവിടെ നിന്ന് അടുത്തു വരുന്ന കർത്താവാണ്. നിരവധിയായ കാര്യങ്ങൾ വിശദീകരിക്കുവാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് വിടുകയാണ്. ഈ സന്ദർശകൻ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഹൃദ്യമായി മനസ്സിലാക്കിയിട്ട് മനസ്സലിയുന്ന, എന്നെ കാണുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ അടുക്കലേക്ക് വരുന്നവനാണ്. പോരാ, നാലാമതായിട്ട് ഈ സന്ദർശനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ സന്ദർശനത്തിന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ, ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ, ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. നമ്മളതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് യേശു കർത്താവ് ഈ സന്ദർശകൻ വിളിക്കുകയാണ്. ആ വിളി കേട്ട മാത്രയിൽ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയി അവനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയായിരുന്നു. എന്നാൽ ആ വിലാപ യാത്രയെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റുവാൻ, ആ വിലാപ യാത്രയെ ഒരു വലിയ ആനന്ദത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിക്കുവാൻ കർത്താവിൻ്റെ ഈ സന്ദർശനം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു എന്നാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന മനുഷ്യജീവിതങ്ങളെ രക്ഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർശകനായി കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ സമ്പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ നിരാശകളെ, എൻ്റെ വേദനകളെ, പാപം നിമിത്തം എന്നിൽ സംഭവിച്ചതായ സകലത്തെയും വഹിച്ചുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിൽ മരിക്കുവാൻ ഇടയായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും മരിച്ച സ്ഥാനത്ത് എന്നെ ആ മരണത്തിൽ നിന്ന്, നിത്യമായ നാശത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഈ വലിയ സന്ദർശനത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഉദ്ദേശമായിരുന്നത് പാപിയെ രക്ഷിക്കുവാൻ, പാപത്തിൽ മരിച്ച ജീവിതങ്ങൾക്ക് ഒരു പുനരുത്ഥാനം നൽകുവാൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുവാൻ, ഒരു പുതിയ ജീവിതം നൽകുവാൻ, സ്വർഗം അവൻ അവകാശമായി നൽകുവാൻ അവിടെ നിന്ന് മനസ്സോടുകൂടെ മരണത്തിനായി തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവനെ ആ ക്രിസ്തുനാഥൻ തന്നെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ നിന്ന് മരിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച്, ക്രിസ്തു അനുഭവിച്ചതായ വിവിധങ്ങളായ പീഡനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്തിൻ്റെ സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ മാധ്യമത്തിലൂടെ, ഷാരോൺ ഓൺലൈൻ TV-യിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിത പ്രിയ സഹോദര സഹോദരി, താങ്കളെ രക്ഷിക്കുവാൻ, താങ്കളുടെ പാപത്തിൻ്റെ ഭയാനകതയെ മനസ്സിലാക്കിയിട്ട് ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തെ സന്ദർശിച്ചു. താങ്കളെ സന്ദർശിക്കുവാൻ ഈ ക്രിസ്തുവിന് കഴിയും. അനേക ജീവിതങ്ങളെ അവിടെ നിന്ന് സന്ദർശിക്കുവാനിടയായി തീർന്നു. ആ സന്ദർശനം, യേശു ക്രിസ്തുവിൻ്റെ ഹൃദ്യമായ സന്ദർശനം താങ്കളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേട്ടതായ ഈ സന്ദേശത്തിൻ്റെ കാതലായിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ലോകത്തെ സന്ദർശിച്ചു, അനേക ജീവിതങ്ങളെ സന്ദർശിച്ചു. സ്നേഹിത, താങ്കളെയും സന്ദർശിക്കുവാൻ ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ സന്ദർശന കാലം തിരിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. പാപത്തിൻ്റെ ആ വലിയ ഭയാനകതയിൽ നിന്ന്, പാപത്തിൽ മരിച്ച അവസ്ഥയിൽ നിന്ന് താങ്കളെ രക്ഷിക്കുവാൻ ഏറ്റവും കഠിനമായ, അതിഘോരമായ പീഡനങ്ങളിലൂടെ, വേദനകളിലൂടെ, മരണത്തിൻ്റെ ആ വലിയ അവസ്ഥയിലൂടെ ക്രിസ്തുനാഥൻ കടന്നുപോയി. എന്നാൽ മരണത്തിനപ്പുറത്തൊരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട്, ഒരു വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് മരണത്തെ അവിടെ നിന്ന് ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന മഹാദൈവമാണ്. ആകയാൽ ഈ ക്രിസ്തുവിൽ താങ്കൾക്കും വിശ്വസിക്കാം. ആ അമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. ആ മകനും അമ്മയും സന്തോഷിച്ചതുപോലെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സ്നേഹിത, താങ്കൾക്കും ആ വലിയ സന്തോഷം അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവമകനായി, മകളായി തീരുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
നിത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവ്വവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവ്വവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ, ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ, ഇത്തരയിൽ ഖേദമെല്ലാം